നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ എല്ലാം വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടാകും. ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മുൻപുണ്ടായിരുന്ന നിയമങ്ങളിൽ അടിമുടി മാറ്റങ്ങളാണ് ജൂലൈ മാസം മുതൽ നിലവിൽ വരാൻ പോകുന്നത്. എന്തെല്ലാം ചേഞ്ചസ് ആണ് എന്ന് വീഡിയോയിൽ വിശദമാക്കാം. ഇതിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗ്യാസ് സിലിണ്ടറിൻ്റെ നിലവിലുള്ള ലിമിറ്റുകളിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ 25, അതോടൊപ്പം തന്നെ 45 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡൊക്കെ മുൻപുണ്ടായിരുന്നു. അതിൽ ചില ഇളവുകൾ ഉൾപ്പെടെ ജൂലൈ മാസം ആദ്യം തന്നെ വരുത്തിയേക്കുമെന്നാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് വരുന്നത്. അതായത് ചിലപ്പോൾ നഗരപ്രദേശങ്ങളിലെ വിലക്കുകൾ ഉൾപ്പെടെ, അതായത് 25 ദിവസത്തെ നിയന്ത്രണം ഉൾപ്പെടെ നീക്കുന്ന സ്ഥിതിവിശേഷമുണ്ടാകും. ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ 45 ദിവസത്തെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റ് ചുരുക്കാനും, അത് 25 അല്ലെങ്കിൽ 30 ഒക്കെ ചുരുക്കാനുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉൾപ്പെടെ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടേക്കും. ഇനി അത് മാത്രമല്ല, ഗ്യാസ് സിലിണ്ടർ നമ്മൾ റീഫിൽ ബുക്കിങ്ങിന് വേണ്ടി കൃത്യമായിട്ട് ചെയ്ത ശേഷം 5 ദിവസത്തിന് ശേഷം ബന്ധപ്പെട്ട വിതരണ ഏജൻസിയിൽ നിന്നും ഗ്യാസ് സിലിണ്ടർ ലഭ്യമായില്ല എങ്കിൽ നിലവിൽ നമ്മളുടെ റീഫിൽ ബുക്കിംഗ് ക്യാൻസലായി പോകുന്ന ഒരു സാഹചര്യം നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ ഗ്യാസ് കണക്ഷൻ ഉടമകളും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയും വേണം. അതായത് ഗ്യാസ് സിലിണ്ടറിൽ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിശ്ചിത ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നമ്മളുടെ കൈവശം എത്തിച്ചേരേണ്ടതാണ്. പക്ഷേ വിതരണ ഏജൻസിയിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മൂലമോ അല്ലെങ്കിൽ ഡെലിവറി ഏജൻറ്റ് കൃത്യമായിട്ട് നമ്മുടെ പ്രദേശത്തേക്ക് വിതരണത്തിന് എത്താത്തത് മൂലമോ ഒക്കെ ഇത് വിതരണം വൈകാൻ സാധ്യതയുണ്ട്. മുൻപൊക്കെ നമുക്ക് റീഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാത്തിരിക്കാമായിരുന്നു. കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷമൊക്കെ വിതരണം സുഗമമായിട്ട് നടക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യം. അതായത് 5 ദിവസത്തിന് ശേഷം റീഫില്ല് പലർക്കും റദ്ദായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. വീണ്ടും ഒന്നുകൂടി റീഫിൽ ചെയ്യേണ്ടതായിട്ട് വരുന്ന സാഹചര്യം. അത് ഗുണഭോക്താക്കൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുകയും വേണം. ഇനി എന്തെല്ലാം മാറ്റങ്ങൾ പ്രധാനമായിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ നിലവിലുള്ള നിരക്കുകളിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട്. ജൂലൈ മാസം മുതൽ നിലവിലുള്ള വിലവർദ്ധനവ് ഇപ്പോൾ 970 രൂപയ്ക്ക് മുകളിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. ഡെലിവറി ചാർജ് കൂടി ആകുമ്പോഴത്തേക്കും ഇത് 1000-ന് മുകളിൽ എത്തിച്ചേരും. അപ്പോൾ നിലവിലുള്ള നിരക്കുകളിൽ മാറ്റങ്ങൾ, അതായത് വില കുറവിലേക്ക്, പാചകവാതക ഗ്യാസ് സിലിണ്ടർ വില കുറവിലേക്ക് വരാൻ പോകുന്ന ഒരു സാഹചര്യം ജൂലൈ മാസം ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇലക്ട്രോണിക് KYC ചെയ്തവർക്കായിരിക്കും ഗ്യാസ് സിലിണ്ടർ റീഫിൽ ബുക്കിംഗ് ഒക്കെ സാധ്യമാവുക. ഗ്യാസ് സിലിണ്ടർ ഉപയോക്താക്കളോട് നിരവധി തവണകളായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഗ്യാസ് സിലിണ്ടർ EKYC ചെയ്യുന്നതിന് വേണ്ടി. അതായത് ഒരു മസ്റ്ററിങ് സംവിധാനമാണിത്. ഫേസ് ഒതൻറ്റിക്കേഷൻ വഴിയൊക്കെ നമുക്ക് ചെയ്യാം. ഏജൻസിയിലെത്തിയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഡെലിവറി വാഹനം വരുമ്പോൾ ആ രീതിയിലോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ ഒക്കെ ഇത് നമുക്ക് ചെയ്യാനുള്ള സാഹചര്യം മുൻപ് തൊട്ട് തന്നെ സർക്കാർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഒരുപക്ഷെ റീഫിൽ വിതരണം സാങ്കേതികപരമായിട്ട് തടസ്സപ്പെട്ടേക്കുമെന്നുള്ള ഒരു പ്രധാന അറിയിപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല മേഖലകളിലും ഈ സമയത്ത് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് EKYC ക്യാമ്പയിനുകൾ നടത്തപ്പെടുന്നത്. EKYC ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഒരിക്കൽ ചെയ്തവർ ഇനിയിപ്പോൾ ഉടൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുവരെ ചെയ്യാത്തവർക്കാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത്. ഇനി ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ ആണെങ്കിൽ, അതായത് സ്ത്രീ ഗുണഭോക്താക്കൾക്കുള്ള പ്രത്യേക ഗ്യാസ് കണക്ഷൻ പദ്ധതിയാണിത്. 300 രൂപ അവർക്ക് സബ്സിഡിയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ടാണ് അവർക്ക് ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ നൽകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇനി സബ്സിഡി ലഭിക്കണമെങ്കിൽ EKYC നിർബന്ധമായിട്ട് ചെയ്തേ മതിയാകൂ. ഇനി മറ്റുള്ള വിഭാഗം കാണുമെങ്കിൽ പോലും EKYC ചെയ്യണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ പ്രദേശത്തേക്ക് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് PNG കണക്ഷൻ പോകുന്നുണ്ടെങ്കിൽ അത്തരം ഗ്യാസ് കണക്ഷൻ എടുക്കണം. ജൂൺ മാസം 30 കേന്ദ്ര സർക്കാർ നൽകിയ ഇളവുകൾ അവസാനിക്കും. PNG കണക്ഷനിലേക്ക് നിലവിൽ മാറിയിട്ടില്ലാത്തവർക്ക് ഇനി LPG ലഭിക്കുന്നതല്ല. അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെ PNG കണക്ഷൻ ഉള്ള മേഖലയിൽ നിലവിൽ LPG റദ്ദാക്കി PNGയിലേക്ക് മാറിയിട്ടില്ല എങ്കിൽ എത്രയും വേഗം അങ്ങനെയുള്ളവരെ അത് ചേഞ്ച് ചെയ്യേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്തത്. അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരുടെയും ഷെയർ ചെയ്യുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.